സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന TV പ്രോഗ്രാമിലേക്ക് ഇന്ന് പകലിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവമായ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇത്ര നേരം വചനത്തിന് മുമ്പിൽ ആയിരിക്കാൻ, ഒരുമിച്ച് ഉത്സാഹിക്കാം, പ്രാർത്ഥനയോടെ സഹകരിക്കുക. നിങ്ങൾക്ക് ശരീരത്തിനും ആത്മാവിനും മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതഗമനത്തിനും ഇതൊരു നന്മയായി തീരും, അനുഗ്രഹമായി തീരും, വിടുതലായി മാറും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഈ ഭാരതത്തോട്, കേരളത്തോട്, മലയാളി സമൂഹത്തോട് കർത്താവെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോരോ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ കർത്താവെ അവരോട് മനസ്സലിഞ്ഞ് വചനത്താൽ അവർക്ക് വിടുതൽ കൊടുക്കണം. നിങ്ങളുടെ ഭാരതത്തെ രക്ഷിക്കണം, കേരളത്തെ ഉദ്ധരിക്കണം, സമാധാനവും സ്വസ്ഥതയും എല്ലാ ജനത്തിനും നൽകണം. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പ്രസാദിക്കണമേ. മഹത്വം എല്ലാം അങ്ങേക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മളിന്ന് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയായിട്ടെന്ന പോലെ നമ്മുടെ ഇടയിലുള്ള ഈ വിശ്വാസ ചിന്താഗതിയിലെ വ്യത്യസ്തമായ കാര്യങ്ങൾ അഥവാ മനോഭാവങ്ങൾ, വാദങ്ങൾ, തർക്കങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാനും ഇടപഴകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു താർക്കികനായി ആരുടെ മുമ്പിൽ ചെന്നു എന്നല്ല, പലരും പറഞ്ഞിങ്ങനെ കേൾക്കും, ഇങ്ങനെ ചോദിക്കും, സംശയം ഉന്നയിക്കും. ഇതൊക്കെയും കൂടെ അങ്ങ് കൂട്ടി വ്യാപിക്കുമ്പോൾ ഇവർക്ക് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പിടി കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്താഗതിയിൽ. അത് മതമല്ല, അത് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസഭേദമന്യേ, പ്രായ വ്യത്യാസഭേദമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസഭേദമന്യേ ഞങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ് എന്നതുകൊണ്ട് എനിക്കത് ബോധ്യമുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം പാരമ്പര്യവാദങ്ങൾ രണ്ട് തരത്തിൽ. പാരമ്പര്യവാദം രണ്ട് തരത്തിൽ എന്നുള്ളതിന് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഇതിൻ്റെ പിന്നിൽ അപേക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയം ഇതിൻ്റെ പിന്നിലേക്ക് നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 പത്രോസ് 1 അധ്യായം 17-18. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അടുത്തത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, ഒന്ന് അല്ല മറ്റൊന്ന് ആകുന്നു എന്നറിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് പത്രോസ് എഴുതുമ്പോൾ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഉന്നയിക്കുന്നത്, ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അംഗീകരിക്കുന്നത്, സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടാണോ? മതം നോക്കിയിട്ടാണോ? അഥവാ അപ്രകാരമുള്ള ഏതെങ്കിലും അത്ഭുത സിദ്ധികൾ നോക്കിയിട്ടാണോ? അതോ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ രീതിയിൽ എന്ത് മാതൃകയാണ് എന്ന് നോക്കിയിട്ടാണോ? ഞാൻ പറയാം എൻ്റെ കാര്യം. ഞാൻ പത്രോസിനെ ഇഷ്ടപ്പെടുന്നു. എന്താ കാരണം ഇഷ്ടപ്പെടാൻ കാരണം? അധികം ഒരു ആത്മീയ മനുഷ്യനാണ്. കുടുംബപരമായിട്ട് പത്രോസും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ സാമൂഹ്യപരമായിട്ട് പത്രോസും ഞാനുമായിട്ട് ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല.
അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. എന്താ കാരണം? കാരണം ഇതാണ്, അദ്ദേഹം ഒരു ആത്മീക മനുഷ്യനാണ്. ഞാൻ അന്വേഷിക്കുന്ന ആത്മീകമാണ്, എനിക്കിഷ്ടമുള്ളത് ആത്മീകമാണ്. ആത്മീകത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറഞ്ഞ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യനായിരുന്ന പത്രോസിനെ ഞാൻ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു, അല്ലെങ്കിൽ അനുകരിക്കുന്നു. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പത്രോസ് എഴുതുകയാണ്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന പിതാവിനെ. അങ്ങനെ തന്നെ അല്ലേ സിസ്റ്റർ? അതൊന്നുകൂടി 17-ാം വാക്യം പറയാമോ? മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ, അവനാണ് ദൈവം എന്ന് പറയുന്നെങ്കിൽ, ഭൗതിക പിതാവല്ല, ആത്മീയ പിതാവിൻ്റെ കാര്യം പറയുന്നത്, അവനാണ് ദൈവം എന്ന് പറയുന്നെങ്കിൽ അടുത്തത് എന്താ? നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഇച്ചിരി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിപ്പാൻ പഠിപ്പീൻ. പിന്നെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തു. ആരാണ് നിങ്ങൾ? പറയുന്നയാൾ ആരായിരുന്നു? ഇത് ലളിതമായി ഞാനിങ്ങനെ തൊട്ട് കാണിക്കുമ്പോൾ നമുക്കത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ, മനസ്സിലാകേണ്ടതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പത്രോസിനെ തള്ളിയില്ലേ? അദ്ദേഹത്തിൻ്റെ വചനത്തെ തള്ളിയില്ലേ? എന്നിട്ട് നിങ്ങൾ പത്രോസിനെ പറയുമ്പോൾ നിങ്ങൾ ആത്മവഞ്ചന ചെയ്യുന്നതല്ലേ? അരുത്. നമുക്ക് പരിശോധിക്കാം, ശ്രദ്ധിക്കാം, വിവേചിക്കാം, തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത്, പത്രോസ് പറഞ്ഞു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പ്. ഈ പിതൃപാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രോസ് ഒരു യഹൂദനായിരുന്നു. പത്രോസ് സംസാരിക്കുന്നത് യേശു വിശ്വസിക്കുന്ന ജനത്തോടാണ്, വിശ്വസിക്കാൻ തയ്യാറുള്ള ജനത്തോടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആ കാര്യത്തിൽ ഒന്നായി മാറിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇനി നിങ്ങളുടെ കുടുംബ പാരമ്പര്യം പറയരുത്, കുടുംബ പാരമ്പര്യം അനുകരിക്കരുത്, കുടുംബ പാരമ്പര്യം നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ഇതാണ് അതിനർത്ഥം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിരിക്കുന്ന നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തത്. അപ്പം പിതൃപാരമ്പര്യം എന്ന് പിതാക്കന്മാരുടെ പാരമ്പര്യം, അത് കുടുംബപരമായ മാതാപിതാക്കളുടെ അപ്പനപ്പന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കണം. ആ പാരമ്പര്യം വ്യർത്ഥമാണ്. ഞാനല്ല പറഞ്ഞേ, എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, സീറോയാണ്. ആ പാരമ്പര്യം കൊണ്ട് നിങ്ങൾക്ക് ആത്മീയമായി ഗുണമൊന്നും വരാനില്ല, നന്മയൊന്നും വരാനില്ല. അപ്പം അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. അതാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്നു കൊടുത്തല്ല, വെള്ളി കൊടുത്തല്ല, കണസ് കൊടുത്തല്ല, യേശുക്രിസ്തുവിന്റെ രക്തം പ്രതിവിധിയായി കൊടുത്തു. മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരം മനുഷ്യനാൽ സാധ്യമല്ല. മനുഷ്യൻ്റെ നന്മ പ്രവൃത്തികളാൽ, പുണ്യപ്രവൃത്തികളാൽ, സാൻമാർഗിക ജീവിതശൈലികളാൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചകളാൽ, കുടുംബ പശ്ചാത്തലങ്ങളാൽ സാധ്യമല്ല. കാരണം അവൻ പാപിയല്ലോ. പാപിക്ക് ഉദ്ധാരണം എന്താണ് വേണ്ടത്? പാപപരിഹാരമാണ് വേണ്ടത്. അതിനെന്താണ് മാർഗം? അതിന് രക്തച്ചൊരിച്ചിൽ ആവശ്യമുണ്ട്. മനുഷ്യന് വേണ്ടി മനുഷ്യൻ രക്തച്ചൊരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പാപിക്ക് വേണ്ടി മറ്റൊരു പാപിയുടെ രക്തം, ആ രക്തവും ഈ പാപിയും സമമാണ്. അപ്പം അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ എന്താണ് കർത്താവ് ചെയ്തത്? തൻ്റെ രക്തം കൊടുത്തു. തൻ്റെ രക്തത്തിനകത്ത് പാപമില്ല, തൻ്റെ ജീവിതത്തിനകത്ത് പാപമില്ല, തൻ്റെ ഇതുവരെയുള്ള ശുശ്രൂഷ മേഖലകൾക്ക് പാപമില്ല. അതാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ കുടുംബ പാരമ്പര്യം. അതാണ് കുടുംബ പാരമ്പര്യം, യഹൂദ പാരമ്പര്യം. അത് മതപരമായ പാരമ്പര്യമാക്കി എടുക്കാം. ആ പാരമ്പര്യത്തിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താലത്രേ.
അപ്പോൾ ആ യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നടക്കണം. ഇപ്പം ഞാൻ എൻ്റെ അപ്പനോ അപ്പൻ്റെ അപ്പനോ അതിൻ്റെ അപ്പനോ ഒക്കെ ആയിരിക്കുന്ന കുടുംബ പാരമ്പര്യം ഞങ്ങൾ മാന്യരായിട്ട് ശ്രേഷ്ഠരായിട്ട് വലിയ ക്രെഡിറ്റ് ആൾക്കാരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആണെന്ന് വിചാരിക്കുക. ആ പാരമ്പര്യത്തിൻ്റെ ചൂട് പിടിച്ചതുകൊണ്ട്, പാരമ്പര്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അനുകരണമെന്നാണ്, അല്ലെങ്കിൽ പിന്തുടർച്ച എന്നാണ്. ആ അനുകരണം കൊണ്ട്, ആ പിന്തുടർച്ച കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. ഒരു പക്ഷേ എൻ്റെ അപ്പൻ പാസ്റ്ററായിരിക്കാം, അല്ലായിരുന്നു എങ്കിൽ ഞാൻ പറയാം പാസ്റ്ററായിരിക്കാം, അപ്പൻ്റെ അപ്പൻ പാസ്റ്ററായിരിക്കാം, എൻ്റെ സഹോദരങ്ങൾ ആ നിലയിലായിരിക്കാം. ഗുണമില്ല, ഗുണമില്ല. പിന്നെ എന്ത് വേണമെന്നാ? യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കണം. അങ്ങനെ ഈ പാരമ്പര്യവാദങ്ങൾ ധാരാളം കേട്ട് മനസ്സുമടുത്തതായ, ധാരാളം കേട്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതായ എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് സന്ദേശം അറിയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉണർത്തിയതുകൊണ്ട്, നിർബന്ധിച്ചതുകൊണ്ട്, ഒരുക്കിയതുകൊണ്ട്, നിയോഗിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കുടുംബ പാരമ്പര്യം, അതാണ് പിതൃപാരമ്പര്യം. ആ പിതൃപാരമ്പര്യത്തിൽ നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. ഇതാണ് പത്രോസിൻ്റെ പ്രസ്താവന. പത്രോസിൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ പത്രോസിനെ എന്ന വ്യക്തിയെ അല്ല കൂടുതൽ മുമ്പിൽ നിർത്തുന്നത്, പിന്നെ പരിശുദ്ധാത്മാവാണത് അദ്ദേഹത്തിൽ കൂടെ ചെയ്യിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണത്. പത്രോസ് പറഞ്ഞു എന്ന് പറയുന്നത് പത്രോസ് എന്ന വ്യക്തിത്വമാകുന്ന മാധ്യമമാണത്. ആ മാധ്യമത്തിൽ കൂടെ പരിശുദ്ധാത്മ പറയുകയാണ്. അപ്പോൾ ആ പാരമ്പര്യവാദം ഇന്നിത് കേൾക്കുന്ന, അഥവാ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളിവിടെ നിർബന്ധിക്കുന്നു, ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളോട് ഞാൻ ഉത്സാഹിപ്പിക്കുന്നു, ഇത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഇതിനു വേണ്ടി നിങ്ങൾ ഇത്തിരി സമയമെടുക്കുവാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുന്നു. ഇത് യൂട്യൂബിൽ കയറി കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യുവാനായിട്ട് നിങ്ങളെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ വാദഗതികൾ കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ എന്ത് സാധിച്ചു? തുടർന്നുള്ള ചില എപ്പിസോഡുകൾ പൗലോസിൻ്റെ പാരമ്പര്യവും സാക്ഷ്യവും പ്രസ്താവനകളും, മറ്റു ചില യോഹന്നാൻ സ്നാപകൻ്റെ സന്ദേശത്തിലുള്ള പാരമ്പര്യ കാര്യങ്ങൾ. യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ ഒരു പുരോഹിതനായിരുന്നു, പുരോഹിത ശ്രേഷ്ഠൻ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെ ഇരിക്കെ ഇങ്ങനെ നമുക്ക് അടുത്ത ചില എപ്പിസോഡുകൾ ഇതൊന്ന് പരിശോധിക്കാം. മനസ്സോടെ നിങ്ങളിത് കേൾക്കാതിരിക്കാൻ വേണ്ടി തടയപ്പെടുന്ന ഒരു വലിയ ശക്തി ഭൂതലത്തിലുണ്ട്. അത് നമ്മുടെ പുറം കണ്ണുകൊണ്ട് കാണുന്നതല്ല, കണ്ണുകൊണ്ട് കാണേണ്ടതാണ്. അത് സാത്താന്യ ശക്തിയാണ്. ഇത് കാണാതിരിപ്പാൻ, ഇത് ഗ്രഹിപ്പാതിരിപ്പാൻ ആ ശക്തി നിങ്ങൾ തടയും. യേശു പറഞ്ഞു, ഒരു വർഷം വിത്ത് വിതയ്ക്കാൻ പോയി. വിത്ത് വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, വേറെ ചിലത് നല്ല നിലത്ത് വീണു. നോക്കുക, 4 ദിക്കിൽ വീണു. വിതക്കാരൻ്റെ വിത്ത് ഉത്സാഹത്തോടെ ചിട്ടയോടെ വിതച്ചിട്ടും 4 സ്ഥലത്ത് വീണു. ആ സംസാരമെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാർ തനിയെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണെന്ന്. യേശു അതിനെ വിശദീകരിച്ചപ്പോൾ യേശു പറഞ്ഞു, വഴിയിൽ വീണ വിത്ത് കിളികൾ വന്ന് തിന്നു. അത് സാത്താൻ വന്ന് വിതച്ച വചനമാകുന്ന വിത്ത് കൊത്തിയെടുക്കുന്നത് പോലെയാണ്. അത് അവനിൽ കിടന്നാൽ അത് അവൻ്റെ സാത്താൻ്റെ കയ്യിൽ നിന്ന് ആൾ മറിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് വരും. അതുകൊണ്ട് പല വിത്തുകളും വഴിയരികിലാണ് വീഴുക. രണ്ടാമത്തെ വിത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പാറപ്പുറത്ത് വീണു. കേട്ടപ്പോൾ ഉത്സാഹത്തോടെ കേട്ടു, എരിവോടെ കേട്ടു,
വളരെ സന്തോഷത്തോടെ കേട്ടു. ഇതിനെതിരെ ചില ശബ്ദങ്ങൾ, സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ എതിരുകളോ വന്നപ്പോൾ ഇത് കളഞ്ഞു. അപ്പോൾ അത് വെയിലിൻ്റെ ചൂട് തട്ടിയപ്പോൾ ഉണങ്ങിപ്പോയി എന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് കളഞ്ഞു. അപ്പോൾ പാറ പുറത്തേയും പോയി. ഇനി മുള്ളിനിടയിൽ വിതരുത്. മുള്ളിനിടയിൽ വീണ കാര്യം പറഞ്ഞാൽ പലതര ചിന്തകളുടെ വേരിയേഷനായിട്ട് ഹൃദയത്തിൽ കിടക്കുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതകത്ത് വിത്ത് വീഴുന്നുണ്ടെങ്കിലും വിത്ത് മുളച്ചു, പക്ഷെ മുള്ള് അതിനേക്കാൾ മുമ്പ് നേരത്തെ അവിടെ ഉണ്ട്. അത് മുളച്ചിട്ട് ഈ വിത്തിനെ ഞെരുക്കി കളഞ്ഞു. 3 സ്ഥലത്ത് വീണതും പോയി. വഴിയരികിൽ വീണത് പോയി, പാറസ്ഥലത്ത് വീണത് പോയി, മുള്ളിനിടയിൽ വീണതും പോയി. ഇനി 4-മതൊരു സ്ഥലം നല്ല നിലത്ത് വീണത് മുളച്ചു, വളർന്നു, 30, 60, 100 മേനി വളഞ്ഞു. ഇതാണ് ഒരുവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം കേൾക്കാതിരിപ്പാൻ, ഈ വചനം തിരിച്ചറിയാതിരിപ്പാൻ, ഈ വചനത്തെ നിങ്ങൾക്ക് അനുഗ്രഹമാകാതിരിപ്പാൻ വേണ്ടി തടയപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അത് പൈശാചിക ശക്തിയാണ്. ആ ശക്തിയുടെ പിടിയിൽ നിങ്ങൾ മാറി എന്നിട്ട് കേൾക്കണം. അപ്പോൾ ഈ പാരമ്പര്യവാദമൊക്കെ നിങ്ങളിൽ നിന്ന് പോകും. പാരമ്പര്യവാദത്തെക്കുറിച്ച് ഇന്നത്തെ ക്രൈസ്തവ ലോകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് മുമ്പിൽ പറയാൻ എനിക്കുണ്ട്, ഒരു പടി അധികം പറയാനുണ്ട്. ഞാനതവിടെ നിർത്തിവെക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കണം, വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പിനെ അംഗീകരിക്കണം. അത് ഒരു കർശന താക്കീതല്ല, അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ പ്രബോധനമാണ്. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉന്നതമായ നന്മയാണ് കൊടുക്കുന്നത്. വീണ്ടെടുക്കപ്പെടണം. അവിടെ ബലാത്കാരമില്ല. വീണ്ടെടുപ്പിനെ അംഗീകരിക്കണം. വീണ്ടെടുപ്പിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന് കീഴെ, ആകാശത്തിന് കീഴെ, ഭൂമിയിലുള്ള ഒരൊറ്റ മനുഷ്യനെ അംഗീകരിക്കണമെന്നല്ല, മറിച്ച് ഏതൊരു മനുഷ്യ വ്യക്തിക്കും വേണ്ടി, പുരുഷനോ സ്ത്രീയോ, ഏത് രാജ്യക്കാരോ ഭാഷക്കാരോ മതക്കാരോ ആരോ ആകട്ടെ, അവർക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത് പീഡനം സഹിച്ച് മരിച്ച യേശുവിനെ അംഗീകരിക്കണം. യേശുവാണ് അതിൻ്റെ വീണ്ടെടുപ്പുകാരൻ. യേശുവിന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയൂ. അല്ലാതെ ആരൊക്കെ എന്തൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയാലും 0 ഫലം. ന്യായവിധിയുടെ കനം വർദ്ധിക്കുന്നു. ന്യായവിധിയുടെ ആ വലിയ ഭാരം വർദ്ധിക്കുന്നു. ഞാനവിടെ വിടട്ടെ. അപ്പോൾ ആ വീണ്ടെടുപ്പ് നടക്കണം എന്നുള്ളത് പാരമ്പര്യവാദികളോട് പത്രോസ് പറയുന്നു. പരിശുദ്ധാത്മാവ് സന്ദേശം നൽകുന്നു. അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് പത്രോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പത്രോസ് ചെയ്ത് നിങ്ങൾ ചെയ്യണ്ടേ? പത്രോസ് പറഞ്ഞ് നിങ്ങൾ അനുസരിക്കണ്ടേ? പത്രോസിൻ്റെ കാൽ ചൂട് അനുകരിക്കണ്ടേ? പത്രോസ് യേശുവിനെയല്ലേ അനുഗമിച്ചത്? അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ടല്ലേ പത്രോസ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നു? പത്രോസിനെ പറയുകയും നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് നടക്കുകയും ചെയ്താൽ ആരെയാ വഞ്ചിച്ചത്? ഇപ്പം ന്യായവിധിയുടെ കനം കൂടാന്ന് കേട്ടോ. ഇത് കളിപ്പീര് പ്രസ്ഥാനമല്ല. സ്വോത്രം. ഒരു ഭക്തനായ മനുഷ്യനൊരിക്കലേ ഒരു മരത്തണ്ടി ഓടി പോയിരുന്ന് പ്രാർത്ഥിച്ച കാര്യം കേട്ടിട്ടുണ്ട്. മതമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഉറുമ്പ് വീണ് അദ്ദേഹത്തിൻ്റെ താടിയിൽ തങ്ങി. ആ താടിയിൽ തങ്ങിയപ്പോൾ അതിനെ പതുക്കെ എടുത്ത് വേദനിപ്പിക്കാതെ ആ മരത്തിൻ്റെ ചുവട്ടേക്ക് വിട്ടു. അഥവാ കേട്ടത് ഇങ്ങനെയാണ്. ഇദ്ദേഹം മരത്തെ കയറി മുകളിൽ നോക്കിയപ്പോൾ കൂട്. ആ കൂട്ടിലേക്ക് ഈ ഉറുമ്പിന് പ്രവേശിക്കാൻ തക്കവണ്ണം താടി അങ്ങോട്ട് വെച്ചു കൊടുത്തു.
ഈ ഉറുമ്പ് അതിലേക്ക് കയറാൻ, വേദനിപ്പിക്കാതെ. സ്തോത്രം. ആ ഉറുമ്പെല്ലാം കൂടി ഇതിൽ ഈ താടിയിലേക്ക് കയറി, പുതിയൊരു വീട് കിട്ടിയതുപോലെ. അത് കടിക്കുന്ന ഉറുമ്പായിരുന്നു. മുഖം മൊത്തം കടിച്ചപ്പോൾ ഇദ്ദേഹം താടിയിലാണ് കൂടിപ്പിടിച്ചിങ്ങനെ പിഴിഞ്ഞു, നിരക്കി. ഉറുമ്പുകൾ കുറേ ചത്തു. ഞാൻ താഴെ ഇറങ്ങി വന്ന് ആലോചിച്ചു, എൻ്റെ ഉദ്യമം, കണക്കൂട്ടുന്ന ഭക്തി ഇത്രയും ചെറുതായി, ഇത്രയും നിസ്സാരമായി പോയല്ലോ എന്നോർ ദുഃഖിച്ചു എന്ന് ഒരാൾ ഇങ്ങനെ സംഭവമാണെന്ന് പറഞ്ഞ് പ്രസ്താവിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുവാകട്ടെ, ഇതൊന്നും അല്ല ദൈവമായിട്ട് അടുക്കാനുള്ള മാർഗം. ഇതൊന്നും അല്ല മനുഷ്യൻ്റെ ഭാവിയുടെ അവസാനം. ഇതൊന്നും അല്ല ആത്മാവിൻ്റെ ശാന്തി. ഇതൊന്നും അല്ല ആത്മാവിൻ്റെ രക്ഷ. ആത്മാവില്ലാതാകുകയില്ല. ദൈവമില്ലാതാകണം. ആത്മാവില്ലാതാകണമെങ്കിൽ, ദൈവമില്ലാതാകണമെങ്കിൽ മുകളിൽ പറഞ്ഞ പിതാവ് എന്ന വാക്ക് മാറ്റി പറയേണ്ടി വരും. ദൈവമില്ലാതാകുകയില്ല. ഇവിടുത്തെ ബുദ്ധിരാക്ഷസന്മാരായ കുറേ ആൾക്കാർ മാറി നിന്ന് ഇതിനെതിരെ പലതും പറയാറുണ്ട്. ഒക്കെ ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ തിരിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം ശ്രദ്ധിക്കാനിടയാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്യം കൊണ്ട് വേഗത്തിൽ ഞാനിതിന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ വായിക്കുന്നത് എബ്രായ ലേഖനം 10:19 മുതൽ 21 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, ഒരു പുതുവഴി, പാരമ്പര്യം വിട്ടാൽ ചവിട്ടിക്കയറാൻ കഴിയുന്ന ഒരു പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് മതി. നമുക്കുണ്ട്. വിട്ടുവന്ന എബ്രായരോട് പറയാണ്, പഴയത് വിട്ടുവന്ന എബ്രായർ. പഴയതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിചയങ്ങൾ, ശീലങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പെരുന്നാളുകൾ, തിരുനാളുകൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള ഒരുപാട് യഹൂദ പാരമ്പര്യങ്ങൾ വിട്ടുവന്നവരാണ് എബ്രായർ. ആ എബ്രായരായ വിശ്വാസികളോടാണ് പറയുന്നത്, യേശു തൻ്റെ ശരീരം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്കൊരു പുതുവഴി സൃഷ്ടിച്ചു. പിതാവിലേക്കാണ് വിശുദ്ധ വഴി സൃഷ്ടിച്ചത്. അത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനമാണ്. നമുക്കൊരു മധ്യസ്ഥനും അവിടെയുണ്ട്. അതാ മഹാപുരോഹിതനായ യേശു അവിടെയുണ്ട്. യേശുവിനെ വിളിക്കുന്ന, യേശു എന്ന് ഉച്ചരിക്കുന്ന, യേശു എന്നോ ഈശോ എന്നോ പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല. അതെന്തായാലും ദൈവം തമ്പുരാൻ ഇട്ട പേര് യേശു എന്നാ. യേശു എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം രക്ഷകനെന്ന. ഈ രക്ഷകനെ വിളിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരപ്പച്ചൻ, ഒരമ്മച്ചി, ഏത് മതക്കാരനോ പ്രായക്കാരനോ ജാതിക്കാരനോ പിന്നെ നിറമുള്ളവനോ രാജ്യക്കാരനോ ഏത് ഭാഷയുള്ളവനോ ആയാലും യേശു എന്ന വാക്ക് ഇംഗ്ലീഷിലോ കന്നഡയിലോ തമിഴിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിൽ യേശുവിനെ വിളിച്ചാലും യേശു പ്രതിഷ്ഠിച്ചൊരു പുതുവഴിയുണ്ട്. അത് എല്ലാവർക്കും വേണ്ടത്ര ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സിസ്റ്ററെ ആ വാക്യം ഒന്നുകൂടി 19 വായിക്കാമോ? 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ, യേശു തന്റെ ശരീരം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, ആ വഴിയുടെ പേര് ജീവനുള്ള വഴിയാണ്. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്, അത് പുതുവഴിയാണ്. തന്റെ രക്തം കൊണ്ടാണത് ആ പ്രവേശനത്തിന് വഴിയൊരുക്കിയത്. ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുണ്ട്. തികവുള്ള പുരോഹിതൻ, മാറ്റമില്ലാത്ത പുരോഹിതൻ, സ്ഥിരതയുള്ള പുരോഹിതൻ, മരണത്താൽ ഇനി ആരെയും മാറിയെടുക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിലുള്ള പുരോഹിതൻ നമുക്കുണ്ട്. അത് ജീവനുള്ള പുതുവഴിയാണ്. വഴി മാറി. ലോകത്തിൻ്റെ വഴി മരണവഴിയാണ്.
ഇതൊരു പുത്തൻ സന്ദേശമായി നിങ്ങൾക്ക് തോന്നിയാലും പുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, പാരമ്പര്യവാദങ്ങൾക്കുള്ള മറുപടിയാണ്. ആ മറുപടിയിൽ പൗലോസ് എഴുതുകയാണ്, എൻ്റെ സഹോദരന്മാരെ, യേശുവിന് ശരീരമെന്ന തിരശ്ശീല ചീന്തി എന്ന് പറഞ്ഞാൽ അത് റോമൻ പടയാളികൾ അടിച്ചു പൊളിച്ചല്ലോ. ആ ശരീരം തിരശ്ശീല ചീന്തിയപ്പോൾ പുതുവഴി അവിടെ തുറക്കുകയായിരുന്നു, ദൈവത്തിങ്കിലേക്കുള്ള പുതുവഴി. ആ ശരീരം തിരശ്ശീല ചീന്തിയപ്പോൾ ദൈവാലയത്തെ തിരശ്ശീലയും ചീന്തി. ദൈവാലയത്തെ തിരശ്ശീല ചീന്തിയതിന് മുമ്പ് തലേദിവസം രാത്രി പുരോഹിതൻ്റെ വസ്ത്രം ചീന്തി. ഈ പരമസത്യത്തിന് മുമ്പിൽ എങ്ങനെ കണ്ണടയ്ക്കും? എങ്ങനെ സാരമില്ലെന്നെണ്ണും? യേശുവിൽ അശേഷം പോലും വിശ്വാസമില്ലാത്ത ആൾക്കാർക്കുണ്ടാകുന്ന ന്യായവിധിയേക്കാൾ കഠോരമല്ല ഈ ന്യായവിധി? യേശുവിനെ വിളിക്കുകയും യേശുവിനെ പറയുകയും യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ട് ഈ വിധത്തിൽ അത് അംഗീകരിക്കാനോ അനുസരിക്കാനോ അനുഗമിക്കാനോ തയ്യാറാകുന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങളിത് പറയാതിരിക്കും? വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്തിനെക്കുറിച്ച് എങ്ങനെ ചൂണ്ടിക്കാണിക്കാതിരിക്കും? ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ആ ന്യായവിധിയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ദൈവ ദിവസം എന്നാണ്, അഥവാ കർത്താവിൻ്റെ നാൾ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഒത്തിരി വേദവാക്യങ്ങൾ വായിക്കാതെ ഇതിന് ആ പാരമ്പര്യവാദങ്ങൾ രണ്ടു തരം എന്നുള്ളതിനൊരു അടിത്തറയിടുകയാണെന്ന്. തുടർന്ന് ചില എപ്പിസോഡുകൾ ഒരുപക്ഷെ ദൈവം അനുവദിച്ചാൽ ഞാനിത് നിങ്ങളുടെ മുമ്പാകെ വ്യക്തമായി കുറച്ചും കൂടെ ലളിതമായി വിശദീകരിക്കാം, തിരുവെഴുത്തിൽ നിന്ന് വിശദീകരിക്കാം. അഭിപ്രായത്തിന് ഒരു സ്ഥാനവുമില്ല ആത്മീയകാര്യത്തിൽ. പുതിയ ആശയങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. പുതിയ ഭാഷാന്തരത്തിന് ഒരു സ്ഥാനവുമില്ല. വാചകത്തിൻ്റെ ചേർച്ചയ്ക്കും പ്രാസോപ്പിച്ച് പറയുന്ന ആ സന്ദേശത്തിനും ഒരു സ്ഥാനവുമില്ല. സത്യത്തെ തിരുവെഴുത്തിൽ കൂടെ തെളിയിച്ച് ജനത്തിന് ബോധ്യമായി കൊടുക്കുന്നതിന് അതിനാണ് 100 മാർക്കുണ്ട്, അതിന് സ്ഥാനമുണ്ട്, അത് ഫലമുള്ളതാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഒരുവൻ എന്നിലും എൻ്റെ വചനം അവനിലും വസിക്കുന്നു എന്ന് വരികിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഇല്ലെങ്കിൽ അവൻ നിഷ്ഫലനായിരിക്കും. അങ്ങനെയുള്ള കൊമ്പ് മുറിച്ച് മാറ്റി തീയിലിടും, അത് വെന്തുപോകും. ഫലം കായ്ക്കുന്ന ഒരു കൊമ്പ് എൻ്റെ അടയാളം ഇതാണ്, ഞാൻ അവനിലും എൻ്റെ വചനം അവൻ എന്നിലും, ഞാൻ അവൻ്റെ വചനം എൻ്റെ വചനം അവനിലും. അപ്പോൾ ഈ ബന്ധം ആർക്കും അടർത്തി മാറ്റാൻ മുറിച്ച് മാറ്റാൻ കഴിയുകയില്ല. ഞാൻ ചുരുക്കട്ടെ, അവസാനിപ്പിക്കട്ടെ, വളരെ ഗൗരവമായി മനസ്സിലാക്കാനിടയാകട്ടെ. പാരമ്പര്യവാദങ്ങൾ 2 തരം. ആ 2 തരത്തിൽ ഒരു പാരമ്പര്യം പിതൃപാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുടുംബ പാരമ്പര്യം, ഒരു പാരമ്പര്യം ആത്മീക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പാരമ്പര്യം. അതെ, നമുക്ക് ഈ രണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നും കൂടി ചിന്തിക്കാം, പരിശോധിക്കാം. തിരുവഴുത്തിൽ കൂടെ നമുക്കൊന്ന് സർവേ ചെയ്യാം, പുതിയ നിയമത്തിൻ്റെ ആ സർവേയിൽ കൂടെ. ശരി, നിങ്ങളെ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതിനായിട്ട് നിങ്ങളും പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് ഹാർവസ്റ്റ് TV-യിൽ നിങ്ങൾ പ്രസൻ്റ് ആകുക. അല്പസമയം, അരമണിക്കൂർ നേരം. അല്ല എങ്കിൽ, ഒക്കുന്നില്ലെങ്കിൽ യൂട്യൂബിൽ കയറി ഇത് കാണുക, ചിന്തിക്കുക, ഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത ദിവസം നേരം കർത്താവേ, തിരുവഴുത്തിൽ കൂടെ അല്പസമയം എൻ്റെ പ്രേക്ഷകരുമായി അങ്ങയുടെ വചനത്തെ ഓർമ്മപ്പെടുത്തുവാൻ, വിശിഷ്യാൽ പത്രോസ്ലിഹായെ ഉപയോഗിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത കൈമാറുവാൻ, ഷെയർ ചെയ്യുവാൻ എളിയവനെ അനുവദിച്ച് ഒരുക്കിയതിനായ സ്തോത്രം, നിയോഗിച്ചതിനായ സ്തോത്രം. കർത്താവെ, 2 തരം പാരമ്പര്യവാദങ്ങളിൽ ഏതാണ് ഞങ്ങൾ അനുകരിക്കുന്നതെന്ന്, ഞങ്ങൾ പിന്തുടരുന്നതെന്ന് പരിശോധിക്കുവാൻ ഈ ചിന്ത ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. ഇത് കേട്ട സകല ജനത്തെയും ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബപരമായ 4 കാര്യങ്ങളിലും അവരെ അനുഗ്രഹിക്കണം. സകല മഹത്വവും അങ്ങേക്ക്. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.